കളിക്കാൻ ബൂട്ടുകളുണ്ടായിരുന്നില്ല. നഗ്നപാതരായി കളിക്കേണ്ട അവസ്ഥയോർത്ത് അന്ന് ഇന്ത്യ ഫുട്ബോൾ ലോകകപ്പ് കളിച്ചതുമില്ല. 1950 ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചുള്ള മിഥ്യാപ്രചാരണമാണിത്. അന്ന് ബ്രസീലിൽ നടന്ന ലോകകപ്പിന് ഇന്ത്യക്ക് യോഗ്യത കിട്ടിയെന്നത് ശരി തന്നെ. പക്ഷേ എങ്ങനെ കിട്ടിയെന്നും എന്തുകൊണ്ട് കളിച്ചില്ല എന്നും ഇന്നും ഫുട്ബോൾ പ്രേമികൾക്കത്ര വശമില്ല. ലോകകപ്പിൽ ഇനി ഇന്ത്യക്ക് കളിക്കാനാകുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. പക്ഷേ വിഷമിക്കേണ്ട, ഇന്ത്യയും ലോകകപ്പ് കളിക്കും. അതിന് സാധ്യത തെളിയുകയാണ്. എങ്ങനെയെന്നല്ലേ പറയാം. 1950 ഫുട്ബോൾ ലോകകപ്പിൽ 16 ടീമുകളാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. ഏഷ്യയിൽ നിന്ന് യോഗ്യത നേടി ഇന്ത്യയും യൂറോപ്പിൽ നിന്ന് പങ്കെടുക്കേണ്ടിയിരുന്ന ഫ്രാൻസും സ്കോട്ട്ലൻഡും തുർക്കിയും പിൻവാങ്ങി. ഇതോടെ വെറും 13 ടീമുകളാണ് കളിച്ചത്. ആകെ 4 ഗ്രൂപ്പുകളായാണ് മത്സരം നിശ്ചയിച്ചിരുന്നത്. ഗ്രൂപ്പ് 1-ൽ ബ്രസീലും മെക്സിക്കോയും യൂഗോസ്ലാവിയയും സ്വിറ്റ്സർലൻഡും, ഗ്രൂപ്പ് 2-ൽ ഇംഗ്ലണ്ടും സ്പെയിനും ചിലിയും US-ഉം, ഗ്രൂപ്പ് 3-ലായിരുന്നു ഇന്ത്യ ഉൾപ്പെട്ടത്. ഗ്രൂപ്പിൽ സ്വീഡനും ഇറ്റലിയും പരാഗ്വയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യ വിട്ടുനിന്നു. 4-ാം ഗ്രൂപ്പിൽ യുറഗ്വായും ബൊളീവിയയും ലോകകപ്പ് കളിച്ചു. ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഫ്രാൻസ് പിൻവാങ്ങി. അന്ന് ജേതാക്കളായത് ലാറ്റിൻ അമേരിക്കക്കാരായ യുറഗ്വായ്. അങ്ങനെ ബ്രസീൽ ലോകകപ്പിനെ പരിസമാപ്തി. പക്ഷേ ആ ലോകകപ്പിൽ പങ്കെടുക്കാത്തത് ചരിത്രത്തിൽ ഇന്നും ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട്. അവസരം നഷ്ടപ്പെടുത്തിയതിന്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 3-ാം വർഷത്തിലായിരുന്നു ബ്രസീൽ ലോകകപ്പ്. യോഗ്യതാ മത്സരം പോലും കളിക്കാതെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മ്യാൻമർ ടീമുകൾ പിന്മാറിയതോടെയാണ് ഇന്ത്യക്ക് മുന്നിൽ ലോകകപ്പിന് വഴി തെളിഞ്ഞത്. 2-ാം ലോകമഹായുദ്ധത്തിന് പിന്നാലെയുള്ള സാമ്പത്തിക മാന്ദ്യം ലോകരാജ്യങ്ങളുടെ നട്ടെല്ലൊടിച്ച കാലമായിരുന്നു അത്. ഇന്ത്യ ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങളിൽ പ്രധാനം അതായിരുന്നു. ബ്രസീലിലേക്കുള്ള യാത്ര ക്ലേശകരവും സാമ്പത്തിക ചെലവേറിയതുമാണ് ഇന്ത്യയെ പിന്നോട്ട് വലിച്ചത്. യാത്രാ ചെലവ് ഫിഫ വഹിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആശയവിനിമയത്തിലെ പോരായ്മ തിരിച്ചടിയായി. മറ്റൊന്ന്, അക്കാലത്ത് ഇന്ത്യ ഒളിമ്പിക്സിന് നൽകിയ പ്രാധാന്യമായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിലേറെ ഇന്ത്യക്ക് പ്രിയം ഒളിമ്പിക്സ് ആയിരുന്നു. കളിക്കാർക്ക് ലോകകപ്പ് എന്നത് സ്വപ്നതുല്യമായിരുന്നെങ്കിലും അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മ ഇന്ത്യക്ക് എന്നെന്നും ദുഃഖിക്കാനുള്ള വകുപ്പുണ്ടാക്കി. അന്ന് ഞങ്ങൾക്ക് ലോകകപ്പിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ മുൻകൈയെടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒളിമ്പിക്സ് ആയിരുന്നു എല്ലാം. അതിലും വലുതായി ഒന്നുമില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഫുട്ബോളിലെ താരങ്ങളിലൊരാളായ സൈലേന്ദ്ര മന്ന പറഞ്ഞ വാക്കുകളാണിത്. താജ് മുഹമ്മദും റോബിദാസും അഹമ്മദ് മുഹമ്മദ് ഖാനും മഹാബീർ പ്രസാദും എല്ലാം ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ഇന്ത്യൻ സംഘം. ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും നേട്ടങ്ങൾ കൊയ്തിരുന്നു ഈ വമ്പൻ പട. 1951 മുതൽ 1962 വരെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ 4-ാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്രം കുറിച്ചു. 1962 ശേഷം പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിന് അന്താരാഷ്ട്ര മേൽവിലാസം നഷ്ടമായിക്കൊണ്ടിരുന്നു. പ്രതിഭകളൊട്ടേറെ പിറന്നെങ്കിലും ലോക ഫുട്ബോളിൽ ഇന്ത്യ പിന്നാക്കം കുതിച്ചു. ഓരോ ലോകകപ്പ് വരുമ്പോഴും ഇന്ത്യ 1950 ഓർക്കും. ലോകകപ്പ് കളിക്കാത്തതിനെക്കുറിച്ചോർത്ത് പരിഭവിക്കും. ജനസംഖ്യ 150 കോടി പിന്നിട്ട രാജ്യത്തിന് ലോകകപ്പ് കളിക്കാനാകുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കും. 48 ടീമുകൾ കളിക്കുന്ന 2026 ലോകകപ്പിലും ഇന്ത്യക്ക് കളിക്കാനായില്ല. ഇനി എന്ന് എന്നതാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ ചോദ്യം. യെസ്, നമുക്ക് കളിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. 2030 ലോകകപ്പ് മുതൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 66 ഉയർത്താൻ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ ചർച്ചകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനാണ് വിപ്ലവകരമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ടൂർണമെൻറ്റിൻ്റെ ജനപ്രീതിയും വാണിജ്യ സാധ്യതകളും മുൻനിർത്തിയാണ് പുതിയ നീക്കം. ടീമുകളുടെ എണ്ണം വർദ്ധിച്ചാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. നിലവിലെ റാങ്കിങ്ങും യോഗ്യതാ റൗണ്ടുകളിലെ മികച്ച പ്രകടനവും പരിശോധിച്ചാൽ ഇന്ത്യക്ക് സാധ്യതയേറുകയാണ്. വരാനിരിക്കുന്ന ഫിഫ കോൺഗ്രസിൽ ടീമുകളുടെ വർധന ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ആകാംക്ഷയേറും. ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് അങ്ങനെ ഒട്ടേറെ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന നാട്ടിൽ സ്വന്തം രാജ്യത്തിൻ്റെ പതാകയും ആശംസാ ബോർഡും സ്ഥാപിക്കാനാണ് ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും കൊതി. അതെ, ഇന്ത്യയും ലോകകപ്പ് കളിക്കും. ഒരു നാൾ നാം അത് ആസ്വദിക്കും.